സാറ് കിടന്നു. കിടന്നാലെന്താ, വിളിച്ചെഴുന്നേപ്പിക്കണം. നമ്മൾ ഇനി പറ്റിക്കാൻ ആരും വിചാരിക്കണ്ട. നിരഞ്ജന എവിടെയായിരുന്നു? നേരത്തിനും കാലത്തിനും ഒക്കെ വീട്ടിൽ തിരിച്ചു കയറിക്കൂടെ? അതിന് സമയമൊന്നും അധികം ആയിട്ടില്ലല്ലോ സാറേ. ഞങ്ങൾ ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു. എന്താണാവോ? സ്വാമി ശരിക്കും ആരാ? സ്വാമി സ്വാമി തന്നെ, അല്ലാതാരാ? അല്ലെന്ന് ഞാൻ പറയും. സ്വാമിമാര് കോട്ടും സൂട്ടും ഒക്കെ ഇടാറുണ്ടോ? കൂളിംഗ് ഗ്ലാസ് വെക്കാറുണ്ടോ? സാറൊന്നും മറച്ചു വെക്കണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഓരോന്ന് ചോദിക്കുന്നത്. എല്ലാം അറിഞ്ഞെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനാ? വേഷം മാറി ഒരാൾ കൂടെ താമസിച്ച അതറിയാനുള്ള ബാധ്യതയൊക്കെ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കണ്ട. ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയണം. അതിന് എന്നോടാരും ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലോ. സ്വാമി ആരാണെന്ന് എന്നോട് ചോദിച്ചു. സ്വാമിയാണെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അല്ല, അയാള് സ്വാമിയല്ല. എനിക്കറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ. അയാൾ എത്ര കാലമായി ഡാഡിയുടെ കൂടെ കൂടിയിട്ട്? ഇതെന്താ പോലീസ് സ്റ്റേഷനോ? പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെ. ഞങ്ങൾക്ക് പിന്നെ സത്യം അറിയണ്ടേ? അറിയണ്ട, അറിഞ്ഞിടത്തോളൊക്കെ മതി. വെറുതെ എന്നോട് വഴക്കിന് വന്നാലുണ്ടല്ലോ. സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. എന്തിനാ മറ്റുള്ളവരുടെ പിന്നാലെ നടക്കുന്നത്? അതെന്തിനാണെന്ന് ഡാഡിക്ക് അധികം വൈകാതെ മനസ്സിലാവും. ഇരട്ട വേഷമുള്ള ഒരാൾക്ക് ഇരട്ട ജീവിതവും ഉണ്ടാവും. മറയ്ക്കാൻ പലതും ഉള്ളതുകൊണ്ടാണല്ലോ തട്ടിപ്പ് വേഷത്തിൽ സ്വാമി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതെന്തിനാണെന്ന് ഞങ്ങൾക്കറിയണം. അതെ, അതാണ് പോയിന്റ്. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. എന്നാ നിങ്ങളൊക്കെ കൂടി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കും. ഇപ്പൊ ഇത്തിരി ക്ഷീണിച്ചെങ്കിലും ആത്മാഭിമാനമൊന്നും ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല. നിങ്ങൾക്ക് പറ്റാവുന്നത് നിങ്ങൾ ചെയ്യുക, എനിക്ക് പറ്റാവുന്നത് ഞാനും ചെയ്യാം. മായാരഞ്ജിനി മരിക്കുന്നതിന് 3 മാസം മുമ്പാ ആ സ്വാമി ഇവിടെ വന്നത്. ഇനി അയാളെ സ്വാമിന്നൊന്നും വിളിക്കണ്ട. എന്താ പേര് വിളിക്കുക? എന്തായിരിക്കും അയാളുടെ ശരിക്കുള്ള പേര്? അതാ പറഞ്ഞത് മൊത്തത്തിൽ ദുരൂഹതയാണെന്ന്. ഒരു പുകമറ. അതിപ്പോ ആ ദുരൂഹത കുറച്ചൊക്കെ സാറിനുണ്ട്. സാറൊന്നും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ലല്ലോ. ഇയാള് വന്ന് കൂടെ കൂടിയ ശേഷം നിന്റെ ഡാഡി ഇങ്ങനെയായത്. പണ്ട് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. സ്വാമിയെ കുറിച്ച് ചോദിച്ചപ്പോ ദേഷ്യം വന്നു. ഒളിക്കാനൊന്നും ഇല്ലെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞാലെന്താ? ഒളിക്കാൻ കാണുമായിരിക്കും. അക്ഷരയുടെ അമ്മ മരിക്കുന്നതിന് 3 മാസം മുമ്പ് സ്വാമി ഇവിടെ എത്തി. എന്നുവെച്ചാ സ്വാമി ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മ മരിച്ചത്. അതും സംശയാസ്പദമായ സാഹചര്യത്തില്. അതെ, സ്വാമിയുടെ വരവും അക്ഷരയുടെ അമ്മയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അന്വേഷിക്കുമ്പോൾ ആ സാധ്യതയും തള്ളിക്കളയാൻ പാടില്ലല്ലോ. ശരിയാ പറഞ്ഞത്. ആ വരവും അമ്മയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഒന്നുറപ്പാ, ഡാഡിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ സ്വാമി. അങ്ങോട്ടങ്ങനെയാണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. സ്വാമിയെ കുറിച്ച് എല്ലാം ഡാഡിക്ക് അറിയാൻ പറ്റും. ഒന്നുകിൽ നിന്റെ ഡാഡിയെ അടക്കം സ്വാമി പറ്റിക്കുന്നു, അല്ലെങ്കിൽ സ്വാമി ആരാണെന്ന് നിന്റെ ഡാഡിക്ക് വ്യക്തമായിട്ടറിയാം. അവര് പങ്ക് കച്ചവടക്കാരാണെന്ന് സാരം. നമ്മുടെ രഹസ്യങ്ങൾ പലതും മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നറിയുമ്പോൾ അവര് പ്രതികരിക്കും. ആ പ്രതികരണത്തെ ചെറുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ പെടും. എനിക്കൊരു പേടിയില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ അടങ്ങൂ.
ഉപദേശിക്കാൻ വന്നതാണെന്ന് വിചാരിക്കില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. പറഞ്ഞോളൂ. എന്തിനാ എല്ലാവരിൽ നിന്നും എല്ലാം ഒളിച്ചു വെക്കുന്നേ? എന്തൊളിപ്പിച്ചു വെച്ചു? അത് നിങ്ങൾക്കല്ലേ അറിയൂ. ഞാനൊന്നും ഒളിപ്പിച്ചിട്ടില്ല. അപ്പോ സ്വാമി? നിങ്ങൾ എന്തിനാ ഈ സ്വാമിയുടെ പിന്നാലെ നടക്കുന്നത്? സ്വന്തം ഊരും പേരും മറച്ചുവെച്ച് ഒരാളിങ്ങനെ കൂടെ നിൽക്കുന്നത് ശരിയാണെന്നാണോ ഏട്ടൻ പറയുന്നേ? അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. ആ കാരണമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പറയാൻ എനിക്ക് സൗകര്യമുണ്ട്. അപ്പോ അറിയാം. നിങ്ങൾ എന്ത് കരുതിയാലും എനിക്കതൊരു പ്രശ്നമല്ല. വേണ്ട. അല്ലെങ്കിലും ഈ നാവിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും വയസ്സായില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായ പോരെ. സകല വൃത്തികെട്ടവന്മാരും പറയുന്നതാ ഇപ്പൊ ഏട്ടനും പറയുന്നേ. മര്യാദയ്ക്ക് മകൾക്കൊപ്പം നിൽക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ പരിക്കൊന്നുമില്ലാതെ ജീവിക്കാം. അല്ല, അഹങ്കാരം കാണിച്ച് ഇപ്പൊ പോകുന്ന പോലെ പോകാനാ തീരുമാനമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. നീ എന്റെ ഭീഷണിപ്പെടുത്തുക ആണെന്ന് തന്നെ കൂട്ടിക്കോ. നഷ്ടപ്പെടാൻ പലതും ഉണ്ടായിരുന്ന കാലത്ത് പോലും ഞാനൊരു ഭീഷണിക്കും വഴങ്ങിയിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോ? എനിക്കൊട്ടും പേടിയില്ല. ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഞാനത് നേരിട്ടോളാം. രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞുതരാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് രക്ഷപ്പെടണ്ടെങ്കിലോ? ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ? ഇനിയും ജീവിക്കാൻ എനിക്കറിയാം. അതിന് നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട. ദേ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ പിന്നീട് സഹായത്തിന് വേണ്ടി കൈയും കാലും ഇട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും അങ്ങനെ ചെയ്യില്ല. ജയശങ്കറിന് അന്തസ്സുള്ള ഒരു ഭൂതകാലമുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും. എന്നെക്കുറിച്ച് ഓർത്ത് ഒരു തീ മനസ്സ് നീട്ടണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം.